അന്ന് പെയ്ത മഴയിൽ ഭാഗം 4. അഞ്ജലി, അയാൾ അകത്തേക്ക് നോക്കി വിളിച്ചതും അർജുൻ കിളിപ്പോയ അവസ്ഥയിൽ നിന്നുപോയി. അഞ്ജലിയോ? ഏതഞ്ജലി? അങ്കിളുടെ മകൾ അഞ്ജലി മരിച്ചു പോയതല്ലേ? പിന്നീട് ഏതഞ്ജലി? ഇനി രണ്ടാമത്തെ മകളായിരിക്കും. അവൻ സംശയത്തോടെ ഓർത്തു. അപ്പോൾ വാതിൽ കടന്ന് അമ്മയോടൊപ്പം ഒരു പെൺകുട്ടി വരാന്തയിലേക്ക് വന്നു. അവളെ കണ്ടതും അവനൊന്ന് അമ്പരന്നു. നേരത്തെ ആശുപത്രിയിൽ വെച്ച് കണ്ട പെൺകുട്ടി. ഇവളെങ്ങനെ ദാസനങ്ങളുടെ കൂടെ? അവൻ സംശയത്തോടെ ആലോചിച്ചു. നിനക്ക് മനസ്സിലായി അർജു ഇതാരാണെന്ന്? പത്മാവതി ചോദിച്ചു. അവൻ ഇല്ലെന്ന് യാന്ത്രികമായി തലയാട്ടി. നമ്മളെല്ലാവരും നഷ്ടപ്പെട്ടെന്ന് കരുതിയവള് തന്നെ, ദാസൻ്റെ മകള് അഞ്ജലി. അവളെ ചേർത്ത് പിടിച്ച് പത്മാവതി പറഞ്ഞതും വിശ്വാസം വരാതെ കിളിപ്പോയ അവസ്ഥയിൽ അവൻ അന്തം വിട്ട് നിന്നുപോയി. ദാസനങ്കളുടെ മകൾ അഞ്ജു? അവൻ വിശ്വാസം വരാതെ ചോദിച്ചു. അതെ മോനെ. മോനെന്നല്ല, ഞങ്ങൾക്കും ഇതൊക്കെ വിശ്വസിക്കാൻ കുറേ നാൾ വേണ്ടി വന്നു, ദാസൻ പറഞ്ഞു. അന്ന് അഞ്ജുവിനെയും കൊണ്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോയി. സംസ്കാര ചടങ്ങുകൾക്ക് മുമ്പ് കുളിപ്പിക്കണമല്ലോ, അതിനായിട്ട് അവൾ കൊണ്ടുപോയതാ. അപ്പോഴാണ് അവൾ കയ്യിലൊരു മോതിരം കണ്ടത്. അവരത് കൈ തുറന്ന് എടുക്കാൻ നോക്കി, കഴിഞ്ഞില്ല. ഒടുവിൽ കൈ തുറന്ന് അത് എടുക്കാൻ ശ്രമിച്ചതും അവളുടെ ഉടലൊന്ന് പിടച്ചു. അതുകണ്ട് എല്ലാവരും ആദ്യം ഒന്ന് പേടിച്ചു. പക്ഷേ കൈയും കണ്ണൊക്കെ അനങ്ങുന്നത് കണ്ടു. ബഹളം കേട്ട് എല്ലാവരും ഓടിച്ചെന്നു. കൂട്ടത്തിലുണ്ടായിരുന്ന കാരണവരുടെ മകള് ഒരു ഡോക്ടറായിരുന്നു. പരിശോധിച്ച് നോക്കി അവൻ അവൾക്ക് ജീവനുണ്ടെന്നും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നൊക്കെ പറഞ്ഞു. കേട്ടപാതി അവളെ എടുത്ത് പാഞ്ഞതേ ഓർമ്മയുള്ളൂ. പിന്നെയല്ല ഒരു സ്വപ്നം പോലെയായിരുന്നു. ഒരാഴ്ച വെന്റിലേറ്ററിൽ, അത് കഴിഞ്ഞ് 2 ആഴ്ച ICUവിൽ, പിന്നെ 1 മാസത്തോളം ആശുപത്രിയിൽ. ഒടുവിൽ ഒരു കുഴപ്പമില്ലാതെ ഞങ്ങളുടെ മകളെ തിരിച്ചു കിട്ടി. ചിലപ്പോൾ ഞങ്ങളുടെ കരച്ചിൽ കണ്ട് ദയ തോന്നി ദൈവം തിരികെ തന്നതായിരിക്കും അവളെ. അതും അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി ജനിച്ചവനായിട്ട് ദൈവം തിരികെ വിട്ടതായിരിക്കും അവളെന്ന് ശകുന്തളയുടെയൊക്കെ പറയാറുണ്ടായിരുന്നു. അയാൾ പറഞ്ഞത് കേട്ട് അർജുൻ വിശ്വാസം വരാതെ അത്ഭുതത്തോടെ അവളെ നോക്കി. അവൾ പരിഭ്രമത്തോടെ നിലത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും ദാസേട്ടൻ ഇതൊന്നും ഞങ്ങളെ അറിയിച്ചിട്ടില്ലല്ലോ, പത്മാവതി പറഞ്ഞു. അറിയിക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല. ജീവനുണ്ടെങ്കിലും ഇവളെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷ പോലും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക്. ഒടുക്കമെല്ലാം മാറി തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് ആശ്വാസമായത്. പിന്നെ നിന്നെ ഞാൻ വിളിച്ചതാ, ഫോണ് കിട്ടിയില്ല. ആ സമയത്ത് ഒരു അപകടത്തിൽ എൻ്റെ ഫോണൊക്കെ പോയി. 2-3 ആഴ്ച ആശുപത്രിയിലും വീട്ടിലൊക്കെ ആയിരുന്നു ഞാൻ, അനന്തൻ പറഞ്ഞു. ഓ, ഞാൻ അറിഞ്ഞിരുന്നില്ല. അതൊക്കെ മാറി വീട്ടിലെത്തിയപ്പോഴാണ് മറ്റൊരു കാര്യം വന്നത്. അച്ഛൻ സർവീസിൽ നിന്ന് മരിച്ചതുകൊണ്ട് മക്കളായി ഞങ്ങൾക്കാർക്കെങ്കിലും ഗവൺമെൻറ് സർവീസിൽ ഒരു ജോലി കിട്ടും. അനിയന് ബാങ്കിലൊരു ജോലി ഉള്ളതുകൊണ്ട് അവൻ ആ ജോലി വേണ്ടെന്ന് പറഞ്ഞു. അനിയത്തിയുടെ ഭർത്താവിന് അവളെ ജോലിക്ക് വിടുന്നതിനോട് താല്പര്യമില്ല. അതുകൊണ്ട് എനിക്ക് വില്ലേജ് ഓഫീസിൽ ജോലി കിട്ടി. ഭാഗം വയ്പ് കഴിഞ്ഞ് തറവാട് വീടും കിട്ടിയതോടെ സമാധാനമായി. പിന്നീട് അങ്ങോട്ട് നല്ല കാലം തന്നെയായിരുന്നു. ഇവളെ പഠിപ്പിച്ച് നല്ലൊരു നിലയിൽ എത്തിക്കണം എന്നതായിരുന്നു എൻ്റെ ശകുന്തളയുടെ ആഗ്രഹം. പഠിച്ചൊരു കോളേജ് ലെക്ചർ ആവണമെന്ന ഇവളുടെ ആശ. BA ഫൈനൽ ഇയറിന് പഠിക്കുമ്പോഴാണ് ഇവക്കൊരു അപകടം പറ്റിയത്. അതോടെ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയതാണ്. പക്ഷേ ദൈവം കൂടെ നിന്നു. വായിക്കുകയാണെങ്കിലും ഞങ്ങളുടെ മകളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചു. എനിക്ക് റിട്ടയർ ആവാൻ ഇനി 10 മാസം കൂടിയുണ്ട്. ആ സമയത്താണ് ഇവിടേക്ക് ട്രാൻസ്ഫർ കിട്ടിയത്. സത്യം പറഞ്ഞാൽ ഇതറിഞ്ഞപ്പോൾ എനിക്കും ശകുന്തളയ്ക്കും വളരെ സന്തോഷമായി. നിങ്ങളൊക്കെ വീണ്ടും കാണാമല്ലോ, ദാസൻ പറഞ്ഞു. നീ വന്നത് ഞങ്ങൾക്കും സന്തോഷമായടാ, അനന്തൻ പറഞ്ഞു. ആ സമയം അകത്തുനിന്ന് ശകുന്തളയും അവിടേക്ക് വന്നു. അല്ല, നിങ്ങളിത് ഇവിടെ എവിടെ താമസം? അത് മാണിക്കോത്ത് വീട് ഞാനങ്ങ് വാങ്ങിച്ചു. റിട്ടയർ ആയാലും ഇനി ഇവിടെ കഴിയണം ഞങ്ങളുടെ തീരുമാനം. ഇവിടെ ഏതെങ്കിലും ഒരു പയ്യനെ കണ്ടെത്തി ഇവളെ കല്യാണം കഴിപ്പിക്കണമെന്ന ഞങ്ങളുടെ ആഗ്രഹം, ദാസൻ പറഞ്ഞു. ആഹാ, അതേതായാലും നന്നായി, അനന്തരം പറഞ്ഞു. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ, ശകുന്തള പറഞ്ഞു. അയ്യോ, അങ്ങനെ പോയാൽ എങ്ങനെയാ? എത്ര കാലം കൂടിയിട്ടാണ് നിങ്ങൾ വരുന്നത്? അതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി, പത്മാവതി പറഞ്ഞു. അയ്യോ, അതൊന്നും വേണ്ട, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇവിടുന്ന് അത്രയ്ക്ക് ദൂരമൊന്നും ഇല്ലല്ലോ വീട്ടിലേക്ക്, കഴിച്ചിട്ട് പോയാൽ മതി. പിന്നെ അവർ ഒന്നും മിണ്ടാൻ പോയില്ല. അർജുൻ നേരെ മുറിയിലേക്ക് ചെന്നു. കുളിച്ച് വേഷം മാറി പ്രഭയെ കാണാനായി മുറിയിലേക്ക് ചെന്നു. വാതിൽക്കൽ എത്തിയപ്പോഴേ കേട്ടു അകത്തു നിന്നും ചേച്ചിയുടെ പൊട്ടിച്ചിരി. അവൻ അമ്പരപ്പോടെ വാതിൽക്ക് ചെന്ന് നിന്നു. അഞ്ജലിയോടൊപ്പം എന്തൊക്കെയോ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന ചേച്ചിയെ കണ്ട് അവൻ അത്ഭുതപ്പെട്ടു. ഈ വീട്ടിലേക്ക് വന്നതിൽ പിന്നെ ചേച്ചി മനസ്സ് തുറന്ന് ചിരിക്കുന്നത് കാണുന്നത് ഇതാദ്യമായിട്ടാണ്.
അവനും അതിൽ സന്തോഷം തോന്നി. ആഹാ അജു, നീ വന്നോ? ഇങ്ങ് കയറുവാടാ. പ്രഭ പറഞ്ഞതും അഞ്ജലി തലചിരിച്ച് അവനെ നോക്കി. പെട്ടെന്ന് അവളുടെ മുഖത്തെ ചിരി മാഞ്ഞു. വേഗം എഴുന്നേറ്റ് ഓരത്തായി മാറി മുഖം കുനിച്ച് നിന്നു. നീ എന്തിനാ എഴുന്നേറ്റത്? ഇങ്ങനെ ബഹുമാനിക്കാനും മാത്രമൊന്നുമില്ല. അത് വേണ്ട ചേച്ചി, എന്തൊക്കെയായാലും ഞാനിവിടുത്തെ പഴയ ജോലിക്കാരിയുടെ മകളല്ലേ. ഒപ്പത്തിനൊപ്പം ഇരിക്കുന്നത് ചിലർക്കൊന്നും പിടിച്ചെന്ന് വരില്ല. അവൾ പറഞ്ഞത് കേട്ട് അവനൊന്ന് വല്ലാതായി. പ്രഭ മനസ്സിലാവാതെ അവളെ നോക്കി. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ദാസനങ്ങളും ആൻറ്റിയും ഇവിടെ ജോലി ചെയ്തെന്ന് വെച്ച് ഞങ്ങൾ ഒരിക്കലും അവരെ ജോലിക്കാരായിട്ടൊന്നും കണ്ടിട്ടില്ല. അത് ചേച്ചിയുടെ നല്ല മനസ്സ്, അതെല്ലാവർക്കും ഉണ്ടാകണമെന്നില്ലല്ലോ. അവൾ അവനെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ചേച്ചി. അതും പറഞ്ഞ് അവൾ വേഗം പുറത്തേക്ക് ഓടി. ഈ പെണ്ണിന് ഇത് എന്തു പറ്റി? ഇത്രയും നേരം ചിരിച്ചു കളിച്ച് എന്നോട് സംസാരിച്ചോളാം, പെട്ടെന്നേ ഭാവം മാറി. പ്രഭ അവനെ രൂക്ഷമായി ഒന്ന് നോക്കി. എന്താടാ, നീ അവളോട് വേണ്ടാത്തത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതാണോ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞത്? പ്രഭ സംശയത്തോടെ ചോദിച്ചു. അവനൊന്ന് ഞെട്ടി. ഏയ്, ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അവൾ വെറുതെ എന്തോ പറഞ്ഞതാ. അങ്ങനെ ആയാൽ നല്ലത്. ദാസനങ്ങളും ആൻറ്റിയും പെട്ടെന്ന് കയറിയതിപ്പോൾ അതിശയിച്ച് പോയി എല്ലാവരും. അഞ്ജലി മരിച്ചിട്ടില്ലെന്ന് അറിഞ്ഞപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്ത് സന്തോഷമായെന്നാ എനിക്കെന്നല്ല എല്ലാവർക്കും, പ്രഭ പറഞ്ഞു. അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിടർന്നു. ചേച്ചി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. അതും പറഞ്ഞ് അവനും നടന്നു. മുകളിലേക്ക് കയറാൻ ഒരുങ്ങിയപ്പോഴാണ് അടുക്കളയിലേക്ക് പോകുന്ന അഞ്ജലിയെ കണ്ടത്. അവൻ എന്തോ ആലോചിച്ചു. പിന്നെ അവളുടെ മുന്നിലേക്ക് ചെന്നു. പെട്ടെന്ന് അവൻ മുന്നിൽ വന്നു നിന്നതും അവളൊന്ന് ഞെട്ടിപ്പോയി. അഞ്ജലി, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. എന്ത് സംസാരിക്കാൻ? അത് അന്ന് ഞാൻ നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത് തെറ്റായിപ്പോയെന്ന് എനിക്കറിയാം. അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങനെ പറഞ്ഞു പോയതാണ്. നീ എന്നോട് ക്ഷമിക്കണം. അവളൊന്ന് പുഞ്ചിരിച്ചു. അതിന് നിങ്ങളെന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നത്? നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. തെറ്റ് ചെയ്ത് ഞാനല്ലേ. സ്വന്തം നില എന്തെന്ന് ഓർക്കാതെ നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെട്ടു. അതെൻ്റെ തെറ്റ് തന്നെയാണ്. അത് തിരിച്ചറിയാൻ എനിക്ക് കുറച്ച് സമയം വേണ്ടി വന്നു, അത്രയേ ഉള്ളൂ. അഞ്ജലി, അവൻ എന്തോ പറയാൻ വന്നതും അവൾ കൈ ഉയർത്തി തടഞ്ഞു. പഴയതൊന്നും ഓർക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതൊന്നും ഇപ്പോൾ എൻ്റെ മനസ്സിലില്ല. അതുകൊണ്ട് ദയവേത് ഇനി അതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കരുത്. അതും പറഞ്ഞ് അവൾ നടന്നു. അവൻ കുറ്റബോധത്തോടെ അവിടെ നിന്നു. ഡൈനിങ് ഹാളിലിരുന്ന് സംസാരിക്കുകയായിരുന്നു പത്മാവതിയും ശകുന്തളയും. എന്നാലും പ്രഭമോൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ വല്ലാത്ത വിഷമമുണ്ട്. ഒരു വാക്കുകൊണ്ട് പോലും ആരെയും നോക്കാത്ത കുട്ടിയല്ലേ അവള്. എന്നിട്ട് എന്തിനാ ദൈവം അവൾക്ക് ഇങ്ങനെ ഒരു വിധി കൊടുത്തത്? ശകുന്തള വിഷമത്തോടെ പറഞ്ഞു. വിധി അല്ലാതെ എന്ത് പറയാനാ? കുറ്റം ഞങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്നു. പയ്യനെക്കുറിച്ച് ശരിക്കും അന്വേഷിക്കാതെ എടിപിടിന്ന് വിവാഹം നടത്തി. പത്മാവതി ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. മറ്റൊരു വിവാഹം അതിന് ഈ ജന്മത്തുണ്ടാവില്ലെന്നാണ് അവൾ പറഞ്ഞത്. ഞങ്ങളും പിന്നെ നിർബന്ധിക്കാൻ പോയില്ല. അല്ല, ദേവുവിൻ്റെ കാര്യം അവളെ കണ്ടില്ലല്ലോ. അവളിപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ എറണാകുളത്ത്. ഓ ആണോ? അപ്പോഴാണ് അഞ്ജലി അവിടേക്ക് വന്നത്. ആ, മോള് വന്നോ? ഇരിക്ക്, പത്മാവതി പറഞ്ഞു. അവൾ അമ്മയുടെ അരികിലിരുന്നു. അല്ല, അഞ്ജലിക്ക് ഇപ്പോൾ 10-25 ആയില്ലേ? കല്യാണമൊന്നും ഇപ്പോഴേ നോക്കുന്നില്ലേ? അത് കേട്ടതും ഇരുവരും പരിങ്ങലോടെ പരസ്പരം നോക്കി. പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടിയിട്ട് മതി കല്യാണം എന്നാ അവൾക്ക്. ആഹാ, ഇപ്പം എന്ത് പഠിക്കുകയാണെന്നാ പറഞ്ഞത്? MA ഫസ്റ്റ് ഇയറാ. അല്ല, മോൾക്ക് എന്താ ആക്സിഡൻറ്റ് പറ്റിയെന്നൊക്കെ നേരത്തെ പറഞ്ഞല്ലോ, എന്താ അത്? അത് പിന്നെ രാത്രി സ്കൂട്ടിയിൽ പോകുമ്പോൾ ഒരു ലോറി വന്നിടിച്ചതാണ്. ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത്, ശകുന്തള പറഞ്ഞു. ഓ ആണോ? എന്നിട്ട് കൊല്ലക്കാലം ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തിട്ടാ എല്ലാം ശരിയായത്. അല്ല, അതൊക്കെ പോട്ടെ, അർജുൻ്റെ കല്യാണമൊന്നും നോക്കുന്നില്ലേ? ശകുന്തള ചോദിച്ചു. ആ, ഇത്രയും കാലം കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് ഒറ്റക്കാലം നിൽക്കുകയായിരുന്നു അവൻ. ഒരു വിധത്തെ പറഞ്ഞ് സമ്മതിപ്പിച്ചെടുത്തു. അടുത്ത ആഴ്ച ഒരു ദിവസം ജാതകപ്പൊരുത്തം നോക്കിയ ശേഷം ഉടനെ തന്നെ നിശ്ചയം വയ്ക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് കേട്ടതും അഞ്ജലി ഞെട്ടലോടെ പത്മാവതിയെ നോക്കി. ആഹാ, അപ്പോൾ എല്ലാം ഉറപ്പിച്ചോ? ഏത് പെണ്ണ്? പറഞ്ഞാൽ നിങ്ങളറിയും. അന്തേട്ടൻ്റെ സുഹൃത്ത് രാഘവേട്ടൻ്റെ മകളാ, നീതു. അത് കേട്ടതും അഞ്ജലി ഒന്ന് വല്ലാതായി. ആ, എനിക്ക് ഓർമ്മയുണ്ട്. അവൾ നിൻ്റെ കൂടെ പഠിച്ചതല്ലേ മോളെ? അഞ്ജലി ഞെട്ടലോടെ അമ്മയെ നോക്കി. അതെ, അവൾ പെട്ടെന്ന് പറഞ്ഞു. അവൾക്ക് പണ്ടേ അവനെ ഇഷ്ടമായിരുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ വേറെ ഒന്നും ആലോചിച്ചില്ല. അവനും പണ്ടേ അറിയാവുന്ന കുട്ടിയായതുകൊണ്ട് ഇഷ്ടക്കേട് പറഞ്ഞില്ല. കേട്ടപ്പോൾ തന്നെ ഓക്കെ പറഞ്ഞു.
അവനും അവളോട് ചെറിയ ഇഷ്ടമുണ്ടായിരുന്നു. പത്മാവതി പറഞ്ഞു. അഞ്ജലി ദേഷ്യത്തോടെ പല്ല് കടിച്ചുകൊണ്ട് കൈകൾ ചുരുട്ടി. അപ്പോൾ അനന്തനും ദാശനും അവിടേക്ക് വന്നു. ആഹാ, നിങ്ങൾ ഇവിടെ ഇരുന്ന് കുശലം പറയുകയാണോ? സമയം കുറേ ആയില്ലേ? പത്മേ, ഭക്ഷണം എടുത്തു വെക്ക്, അനന്തൻ പറഞ്ഞു. ആ ശരി. അജു, ഭക്ഷണം കഴിക്കാൻ വാ. അതും പറഞ്ഞ് പത്മാവതി അടുക്കളയിലേക്ക് നടന്നു. അർജുൻ പതിയെ പടിയിറങ്ങി വന്നു. അവൾ അവനെ രൂക്ഷമായൊന്ന് നോക്കി, പിന്നെ മുഖം തിരിച്ചു. ആ പ്രവൃത്തിയിൽ അവനൊന്ന് അമ്പരന്നു. പത്മയും ജോലിക്കാരിയും ചേർന്ന് ഭക്ഷണം കൊണ്ടുവച്ചു. എല്ലാവരും ഇരുന്നു. അഞ്ജലി മാത്രം മടിച്ചു നിന്നു. എന്താ മോളെ ഇരിക്കാത്തത്? ഇരിക്ക്, പത്മാവതി പറഞ്ഞു. എനിക്ക് വേണ്ട ആൻറ്റി, എന്തോ വിശപ്പ് തോന്നുന്നില്ല. അതൊന്നും വിശപ്പില്ലാത്തത്? വൈകുന്നേരം ഒന്നും മര്യാദക്ക് കഴിച്ചിട്ടൊന്നുമില്ലല്ലോ. മോൾ അവിടെ ഇരിക്കുക. അതും പറഞ്ഞ് പത്മാവതി അവളെ അവിടെ പിടിച്ച് ഇരുത്തി. എല്ലാവരും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു. എല്ലാവരോടും യാത്ര പറഞ്ഞ് അവർ വീട്ടിലേക്ക് തിരിച്ചു. തിരികെ വീട്ടിലെത്തിയതും അഞ്ജലി തൻ്റെ മുറിയിലേക്ക് ചെന്നു. വാതിൽ ചാരി കുറച്ചു സമയം കണ്ണടച്ച് വാതിലിൽ ചാരി നിന്നു. ശേഷം മേശക്കരികിലേക്ക് ചെന്നു. വലിപ്പ് തുറന്നൊരു ഡയറി എടുത്തു. അതിൽ നിന്നും അർജുൻ്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അവൾ കയ്യിലെടുത്തു. അവൾ കണ്ണുകൾ നിറഞ്ഞു. അർജുനപ്പോൾ വേറെ കല്യാണം കഴിക്കാൻ പോവുകയാണല്ലേ? അതും നീതുവിന്? അവളെ അർജുനന് ഇഷ്ടമായിരുന്നല്ലേ? എന്നാലും എല്ലാം മറക്കാൻ എങ്ങനെ കഴിഞ്ഞു അർജുനന്? അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്തിരുന്നു. പെട്ടെന്ന് അവളുടെ ഭാവം മാറി. ഇല്ല, താൻ ജീവിച്ചിരിക്കുമ്പോൾ അർജുനനെ മറ്റൊരാളുടെ സ്വന്തമാക്കാൻ ഞാൻ അനുവദിക്കില്ല. എൻ്റെ സന്തോഷങ്ങൾ തല്ലിക്കെടുത്തിട്ട് നിങ്ങൾ സന്തോഷിക്കാൻ വിടില്ല ഞാൻ. എന്തു ചെയ്യണമെന്ന് എനിക്കറിയാം. കണ്ണുകൾ തുടച്ച് അവൾ എഴുന്നേറ്റു. കട്ടിലിൽ കണ്ണുകളടച്ച് എന്തോ ഓർത്തിരിക്കുകയായിരുന്നു അർജുൻ. അപ്പോഴാണ് അവൻ്റെ ഫോൺ അടിച്ചത്. അവൻ എടുത്തു നോക്കി. അഖിലേഷിൻ്റെ പേര് കണ്ടതും അവൻ്റെ മുഖം മാറി. അവൻ ഒരു നിമിഷം ആലോചിച്ചു, പിന്നെ കോൾ എടുത്തു. ഹലോ അഖിലേഷ്, എന്തു വേണം? അജു, ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു പെൺകുട്ടിയെക്കുറിച്ച്? ഞാൻ പറഞ്ഞിരുന്നില്ലേ ആ പെൺകുട്ടിയെക്കുറിച്ച്? ഇനി അത് അന്വേഷിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാടാ? കൊച്ചിനോട് നീ കാണിച്ചതൊക്കെ മറന്നുപോയോ? അതിന് പരിഹാരം ചെയ്യാനുള്ള ബാധ്യത നിനക്കില്ലേ? അത് കേട്ടതും അവൻ അസ്വസ്ഥനായി. അഖി പ്ലീസ്, പഴയതൊന്നും നീ എന്നെ ഓർമ്മിപ്പിക്കരുത്. അവൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് മുമ്പേ തന്നെ നമ്മൾ അന്വേഷിച്ച് വരേണ്ടതല്ലേ? ഏതോ ഒരു തെരുവ് പെണ്ണ്, അവളുടെ പാട്ടിന് വിട്ടേക്ക്. ഇനി അവളെ അന്വേഷിക്കുന്നതിൽ അർത്ഥമില്ല. അർജുൻ വേണ്ട, ഇനി നീ എന്നെ വിളിക്കരുത്. അതും പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്ത് നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചു. അനന്തേട്ടാ, രാഘവേട്ടൻ വിളിച്ചിരുന്നോ? കുട്ടികളുടെ ജാതകം നോക്കാൻ എന്ന് പോകാമെന്നാ പറഞ്ഞത്? പത്മാവതി അയാളുടെ അരികിലേക്ക് വന്നിരുന്നു കൊണ്ട് ചോദിച്ചു. കണക്ക് നോക്കുന്നതിനിടയിൽ അയാൾ തലചരിച്ച് ഭാര്യയെ നോക്കി. അടുത്ത ആഴ്ച ഒരു ദിവസം പോകാമെന്നാ പറഞ്ഞത്. എനിക്കിപ്പോഴും വിശ്വാസം വരുന്നില്ല പത്മേ. അവനെങ്ങനെ വിവാഹത്തിന് സമ്മതിച്ചത്? നീയൊക്കെ കിടി എന്തോ കോനഷ്ടം ഒപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് കേട്ടതും പത്മാവതി തന്നെ ഞെട്ടി. എന്തോ കോനഷ്ടം? ഞാൻ കരഞ്ഞു പറഞ്ഞപ്പോൾ അവൻ സമ്മതിച്ചു. അങ്ങനെ നിൻ്റെ കരച്ചിലിൽ വീഴുന്നവനല്ല എൻ്റെ മോൻ. ഓ ആണോ? എന്നാലേ ഞാനൊരു കത്തിയെടുത്ത് അവൻ്റെ കഴുത്തിൽ വെച്ച് ഭീഷണിപ്പെടുത്തി. അപ്പോഴാണ് അവൻ സമ്മതിച്ചത്. എന്താ പോരെ? അതും പറഞ്ഞ് പത്മാവതി കുശുമ്പോടെ എഴുന്നേറ്റ് നടന്നു. അതുകൊണ്ട് അയാൾ ചിരിച്ചു. അങ്ങനെ ജാതകം നോക്കാൻ പറഞ്ഞ ദിവസം എത്തി. അനന്തനും പത്മാവതിയും ചേർന്ന് പോകാൻ ഒരുങ്ങുമ്പോഴാണ് അനന്തൻ്റെ ഫോണിലേക്ക് ഓഫീസിൽ നിന്ന് കോൾ വന്നത്. സാർ, ഇവിടെ ഇൻസ്പെക്ഷന് വേണ്ടി ഇൻകം ടാക്സ് ഓഫീസിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്. സാറ് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരണം. അത് കേട്ടതും അനന്തനൊന്ന് അമ്പരന്നു. ശരി, ഞാൻ ഉടനെ തന്നെ വരാം. അതും പറഞ്ഞ് അയാൾ പത്മയെ നോക്കി. എന്തു പറ്റി? ഓഫീസിലെന്തോ ഇൻസ്പെക്ഷന് വേണ്ടി ആളുകൾ വന്നിട്ടുണ്ടെന്ന്. എനിക്ക് പറഞ്ഞാൽ അങ്ങോട്ട് പോകണം. അപ്പോൾ ജാതകം നോക്കാൻ എന്ത് ചെയ്യും? രാഘവേട്ടൻ ഇപ്പോൾ എത്തിക്കാണല്ലേ? തുടക്കം തന്നെ മുടങ്ങിയാൽ? പത്മാവതി ആവലാതിയോട് പറഞ്ഞു. അയാൾ ഗൗരവത്തോടെ ആലോചിച്ചു. എന്നോ ഒരു കാര്യം ചെയ്യും, നീ ദേവുവിനും കിട്ടി അവിടേക്ക് ഇടും. അവിടുത്തെ കാര്യങ്ങളെല്ലാം വേഗം ശരിയായാൽ ഞാനങ്ങ് എത്തിക്കോളാം. ആ, എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, പത്മാവതി പറഞ്ഞു. ജോത്സ്യരുടെ മുന്നിൽ രാഘവനും പത്മാവതിയും ദേവുവും അച്ചുവും ഇരുന്നു. ജോത്സ്യൻ ജാതകം വിശദമായി പരിശോധിച്ച ശേഷം അവരെ നോക്കി. ഈ വിവാഹം നടക്കാൻ പാടില്ല. അത് കേട്ടതും അവരെല്ലാവരും ഒരുപോലെ ഞെട്ടി. എന്താ ജോത്സ്യരെ, എന്ത് കാരണം? പത്മാവതി ചോദിച്ചു.
ചെറുക്കൻ്റെ ജാതക പ്രകാരം ഇയാൾക്ക് ആദ്യ ഭാര്യ വാഴില്ല. വിവാഹം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ ആ പെണ്ണ് മരിക്കും. ജോത്സ്യം പറഞ്ഞത് കേട്ട് അവർ ഞെട്ടി. ഇതിന് പരിഹാരമൊന്നുമില്ലേ? അയാൾ ആലോചിച്ചു. പിന്നെ നിശ്ചിതഭാവത്തെ തലയാട്ടി. ഇല്ല, ഇതിന് വേറെ ഒരു പരിഹാരവും ഇല്ല. പിന്നെ ആദ്യ ഭാര്യ വാഴില്ല എന്നേ ഉള്ളൂ. അയാൾ 2ാമത് കല്യാണം കഴിച്ചാൽ അത് നന്നായി മുന്നോട്ട് പോകും. ദീർഘ ദാമ്പത്യമായിരിക്കും അത്. എല്ലാവരും മൗനമായി. ദക്ഷിണ നൽകി യാന്ത്രികമായി എല്ലാവരും പുറത്തേക്കിറങ്ങി. എന്നാലും ഇങ്ങനൊരു ചതി പ്രതീക്ഷിച്ചില്ല ദൈവമേ. അർജുൻ ഈ വിവരം അറിഞ്ഞാൽ മതി. പിന്നെ വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞ് കളയും. പത്മാവതി ആവലാതിയോടെ പറഞ്ഞു. വീട്ടിലെ സ്ഥിതിയും മതിച്ചല്ല. നീ ഇതറിഞ്ഞാൽ ആകെ ബഹളമായിരിക്കും. അർജുനെ അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കില്ലെന്ന് കട്ടായം പറഞ്ഞിരിക്കുക അവൾ. ഇത് കേട്ട അവൾ എന്തു പറയുമെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അനന്തേട്ടനോട് ഞാനിതെങ്ങനെ പറയും? പത്മാവതി ടെൻഷനോട് പറഞ്ഞു. പത്നി ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. ഞാൻ വീട്ടിൽ ചെന്ന് നീതുവിനോട് സംസാരിച്ചിട്ട് എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് നോക്കട്ടെ. തൽക്കാലം ഈ വിവരം പത്മ വേറെ ആരോടും പറയണ്ട, അനന്തനോട് പോലും. അവൾ അമ്പരപ്പെടെ അയാൾ നോക്കി. ഞാൻ വിളിക്കാം, എന്നിട്ട് ബാക്കി പറയാം. അതും പറഞ്ഞ് അയാൾ കാറിൽ കയറി. തൻ്റെ പദ്ധതികൾ പാളിപ്പോവുകയാണല്ലോ എന്നോർത്ത് അയാൾ ദേഷ്യത്തോടെ കൈ ചുരുട്ടി. ഇല്ല, അങ്ങനെ അർജുനാർക്കും വിട്ടുകൊടുക്കാൻ താൻ തയ്യാറല്ല. ഇതിനെ പറ്റിയൊരു പരിഹാരം ഉടനെ കണ്ടെത്തിയിരിക്കും ഈ രാഘവൻ. അയാൾ വെറിയോടെ ചിരിച്ചു. തുടരും.